ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കണ്ണൂരിലെ പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകാം. എത്രയോ വർഷമായി ഈ പച്ചക്കറി മാർക്കറ്റ് കണ്ണൂരിൻ്റെ ഈ ഹൃദയഭാഗത്ത് തന്നെ ഇപ്പോഴും ഉണ്ട്. ഒരു 45 വർഷം മുമ്പും ഈ മാർക്കറ്റ് ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും മാർക്കറ്റുകളൊക്കെ മാറ്റിയെങ്കിലും കണ്ണൂരിലെ ഈ പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റ് ഇപ്പോഴും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഇവിടെ എല്ലാവരും പച്ചക്കറി വാങ്ങാൻ വരുന്നത് ഒന്നാമത് വില കുറവാണ്. നല്ല വിലയിൽ നല്ല മാറ്റമുണ്ടാവും. നമ്മൾ ഇപ്പോൾ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും ഒരു വില അധികം ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ നമുക്ക് ഫ്രഷ് കിട്ടും. പിന്നെയാണെങ്കിൽ ഈ പച്ചക്കായ, അതായത് ഈ പഴുക്കാത്ത പച്ചക്കായ കുലകളായി അവിടെ പച്ചക്കായ എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ പൊട്ടിയതും ഈ നുറുങ്ങിയതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊരു ഒരു 10 രൂപയൊക്കെ കൊടുത്താൽ അവർ ഒരുപാട് തരും. പിന്നെ ഈ കാറ്റുള്ള സമയത്ത്, ഈ കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ഉള്ള സമയത്ത് വാഴയെല്ലാം പൊട്ടി വീഴും. അപ്പോൾ അതിൻ്റെയൊക്കെ ശരിക്ക് മൂക്കാറായ കായകൾ ഇവിടെ മാർക്കറ്റിൽ ചെറിയ പൈസക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതാത് കാലത്തെ ചീര ഇതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഇലക്കറികളുടെ മറ്റ് ഭാഗങ്ങളായ മല്ലിയില, ഉലുവയില, പാലക്കില, അങ്ങനെ ഒരുപാട് നമുക്ക് ഇലക്കറികളും ഇവിടുന്ന് കിട്ടും. പിന്നെ നമ്മൾ ദാഹിച്ച് വലഞ്ഞ് പച്ചക്കറിയൊക്കെ വാങ്ങി വരുമ്പോൾ ഇവിടെ ഇളനീരും ഉണ്ട്. അങ്ങനെ ഏറ്റവും പെർഫെക്റ്റായൊരു പച്ചക്കറി മാർക്കറ്റാണ് ഈ കണ്ണൂരിനുള്ളത്. എല്ലാ സാധനങ്ങളും വില കുറഞ്ഞ് കിട്ടുന്നത് കൊണ്ടാണ് ഈ മാർക്കറ്റിൽ ഇത്രയും തിരക്ക്. മാത്രമല്ല നല്ല ഫ്രഷായ സാധനങ്ങളും. ഈ റോഡിലൂടെ വാഹനങ്ങൾക്ക് പൊതുവെ കടന്നു പോകാൻ പറ്റില്ല. കാരണം റോഡിൽ നിറയെ ആൾക്കാരാണ്. പിന്നെ കുറേ ഉന്തുവണ്ടിയും അതിൽ നിറയെ നേന്ത്രപ്പഴവും മറ്റുള്ള പഴങ്ങളും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാറില്ല. പക്ഷേ ഈയിടെ ഒരു പോലീസ് വണ്ടി വന്ന് ആളുകളെ ഒക്കെ മാറ്റി ഈ റോഡിലൂടെ വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയിരുന്നു. കാരണം ശരിയാണ്, ഇവിടെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വലിയ ലോറികളൊക്കെ വന്ന് പുറത്ത് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. എന്തായാലും ഇപ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി. പിന്നെ ഇവിടെ ഒന്നും കൊണ്ട് പേടിക്കാനില്ല. വളരെ വിശാലമായ സ്ഥലമാണ്. ഞാനൊരു കുട്ടിക്കാലത്ത് തന്നെ, ഇപ്പോൾ എനിക്കൊരു 10-60 വയസ്സായി. കുട്ടിക്കാലത്ത് തന്നെ ഞാൻ എൻ്റെ അമ്മമ്മയുടെ കൈ പിടിച്ച് ഈ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വരാറുണ്ടായിരുന്നു, പച്ചക്കറിയും. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് അന്ന് മത്സ്യ മാർക്കറ്റ്. അതൊക്കെ അവിടെ ഇഷ്ടം പോലെ മത്സ്യവും ഉണ്ടാവും. അന്നൊന്നും പിന്നെ മത്തി, അയില ഇതിനൊന്നും തീരെ ക്ഷാമമില്ലാത്ത ഒരു കാലമായിരുന്നു. എന്നാലും ഈ മാർക്കറ്റിൽ വന്നാൽ വലിയ വലിയ മത്സ്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും. എന്തൊരു തിരക്കാണെന്നോ! ഈ ഒരു കോർണറിൽ എപ്പോഴും തിരക്കാണ്. പിന്നെ എല്ലാവിധ ഫ്രൂട്ട്സും. ഞാനൊരു പച്ചക്കറിയിൽ ജോലി ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കുറഞ്ഞ പൈസക്ക് സാധനങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടോ എന്ന്. അപ്പോൾ അയാൾ പറയുകയാണ്, ലാഭമില്ലാതെ നമ്മൾ ഇത്രയും കാലം ഇവിടെ ബിസിനസ് ചെയ്യുമോ എന്ന്. സത്യം തന്നെയാണ്. ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ നല്ല വിലയുണ്ട് പണ്ടത്തേനേക്കാളും. അപ്പോൾ അവർ പറയുന്നത് വളരെ കറക്റ്റാണ്. അപ്പോൾ അവർ പലരും എന്നോട് വളരെ ഊഷ്മളമായി സംസാരിക്കുകയും പിന്നെ ഞാനും അവരുടെ അടുത്ത് നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി ഞാൻ വാങ്ങിയ പച്ചക്കറിയൊക്കെ ഈ കടയിൽ വെച്ചു. അപ്പോൾ യൂട്യൂബറാണോ എന്ന് ചോദിച്ചു കുറേ പയ്യന്മാർ എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഈ ചെറുപ്പം ഈ പച്ചക്കറി കടയിൽ കളയാനുള്ളതാണോ? പഠിച്ച് വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ
എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഇവിടെ നല്ല ലാഭമാണ്. പിന്നെ പഠിപ്പൊക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയും പഠിപ്പും ഒരുമിച്ച് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു കടയിൽ കൊടുത്തു. കാരണം അത്രയും വെയിറ്റ് എടുത്ത് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആ കടയിൽ വെച്ചിട്ട് അവരോട് പറഞ്ഞു ഞാനിതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വരട്ടെ. അങ്ങനെ ഞാൻ ആ കടയിൽ സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ കറങ്ങാൻ നടന്നു. ഓരോന്നിൻ്റെ വിലയൊക്കെ ചോദിച്ചു. ഇതിലൂടെ കറങ്ങാൻ എന്ത് രസമാണെന്നോ. പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും മല്ലി ഇലയുടെയും ഒക്കെ മണം ആസ്വദിച്ച് ഇങ്ങനെ ഈ മാർക്കറ്റിലൂടെ നടക്കുന്നത് വളരെ രസം. ഇപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ണൂരിലെ പച്ചക്കറി മാർക്കറ്റ് കണ്ടുവല്ലോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുവോ? വേറൊരു കാര്യം പറയാൻ വിട്ടു. മത്സ്യ മാർക്കറ്റ് ആധുനിക രീതിയിൽ തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിങ്ങിൽ നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ